ഹലോ, ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഇന്ന് ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. ഒരു നൈറ്റി ചേച്ചി എന്നൊരു സ്ത്രീ, നൈറ്റി ചേച്ചി എന്നാണ് അവർ പേര് പറഞ്ഞത്. അപ്പോൾ അവർ വേറൊരു വ്ളോഗറായ നിഷാന എന്നൊരു ലേഡിയെ കുറ്റം പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അവർ ശരീരം കാണിക്കുന്നു, കാമപ്പേത്തുകൾ നടത്തുന്നു, രാത്രിയിൽ നടത്തുന്നു, ഇതൊക്കെ അവർ ചെയ്യണു. ഇതൊന്നും ഇവിടെ നിർത്താൻ ആരുമില്ലേ, ആളുകൾ നശിച്ചു പോകില്ലേ എന്നൊക്കെയാണ് ഈ നൈറ്റി ചേച്ചി പറയുന്ന കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആ നിഷാന എന്ന് പറഞ്ഞ സ്ത്രീ എന്തെങ്കിലും കാണിച്ചോട്ടെ. അതിന് ഇവർക്ക് എന്താണ്? ഇവർക്കെന്നല്ല, ഇവിടെ ആർക്കും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരമോ അവകാശവും ഇല്ല. കാരണം ഓരോ മനുഷ്യർക്കും അവരവരുടേതായ എന്ത് കാര്യങ്ങളായാലും ചെയ്യാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ വേറൊരാൾ കയറിയിട്ട് അതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആ സ്ത്രീ എന്തെങ്കിലും കാണിച്ച് ജീവിച്ച അവർ പൊക്കോട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ. ഈ പറഞ്ഞ നൈറ്റി ചേച്ചിക്ക് ചെയ്യാമല്ലോ, അതൊക്കെ നൈറ്റി ചേച്ചിയും ചെയ്തു അതുപോലെയൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിലൊന്നും കയറി ഇടപെടേണ്ട ഒരു കാര്യമില്ല. എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, ആർക്കുമില്ല. ഇവിടെ ഒരാൾ നശിക്കണം എന്ന് വിചാരിച്ചാൽ അവരുടെ വീഡിയോ കണ്ടിട്ട് വേണ്ട നശിക്കാൻ. അല്ലാണ്ട് തന്നെ വേറെ കാര്യങ്ങളുണ്ട്. കള്ളു കുടിച്ച് നശിക്കണില്ലേ, കഞ്ചാവ് അടിച്ച് നശിക്കണില്ലേ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ ഇവിടെ നശിച്ചു പോകണം. പണം ദൂർത്തടിച്ച് കടം വന്ന് കയറി നശിച്ച് മുടിഞ്ഞു പോകണില്ലേ. ഇതൊക്കെ അവരുടെ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ ആൾക്കാരും ചെറുപ്പക്കാരൊക്കെ നശിക്കണത്. അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പം അവരുടെ വീഡിയോ കാണാൻ ഒരുപാട് ആളുകളുണ്ട്. അവർ കാശ് കൊടുത്തിട്ട്, കാശ് മേടിച്ചിട്ടായാലും അവർ ചെയ്യുന്ന വീഡിയോകൾ കാണാൻ ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അത് അവർ കണ്ടോട്ടെ, അത് അവരുടെ വ്യക്തിപരമായ കാര്യം. അതിലൊന്നും കയറി ഇടപെടാൻ നൈറ്റി ചേച്ചിക്ക് ഒന്നും യാതൊരുവിധ അധികാരവും ഇല്ല കേട്ടോ. നൈറ്റി ചേച്ചി ഒരുപാട് കുറ്റം പറഞ്ഞെന്ന് കേട്ടു. ഭൂലോക സുന്ദരി ആണോ അവരെ കാണാൻ കൊള്ളില്ല, ചക്ക പോലെ ഇരിക്കുന്നു. നിങ്ങളെന്താ ഭൂലോക സുന്ദരിയാണോ? നിങ്ങളെ കാണാൻ കൊള്ളാമോ? ഈ നിഷാന എന്ന് പറഞ്ഞ സ്ത്രീയെ ഞാനും കണ്ടിട്ടുണ്ട്. അവർ കാണാൻ അത്യാവശ്യം സുന്ദരിയൊക്കെ തന്നെയാണ്. അല്ല, ചക്ക പോലെ ഇരിക്കണമെന്ന് ഉദ്ദേശം എന്താണ്? ചക്കേനെ പോലെയല്ല എനിക്ക് തോന്നിയത്. അവരെ മനുഷ്യ സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയത്. ചക്കയുടെ ആകൃതിയിലൊന്നും എനിക്ക് തോന്നിയില്ല. ഈ നൈറ്റി ചേച്ചി എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നൈറ്റി ചേച്ചീനെ കാണാൻ അവരുടെ അത്ര പോലും ഒരു ഗ്ലാമർ പോലും ഇല്ല. അങ്ങനത്തെ ഒരാളാണ് മറ്റൊരാളെ കുറ്റം പറയുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? വെറുതെ അസൂയ, അല്ലാണ്ട് എന്ത്. അവരവരുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവർ പോണേന് നമുക്ക് ആർക്കും, ഈ നൈറ്റി ചേച്ചിക്ക് എന്നല്ല, ഇവിടെ ആർക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനുള്ള ഒരു അവകാശവും ഇല്ല. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരുടെ സ്വകാര്യതയിലൊന്നും കയറി ഇടപെടേണ്ട ഒരു കാര്യവും ഇവിടെ നൈറ്റി ചേച്ചിക്കില്ല. നൈറ്റി ചേച്ചി അത് നോക്കേണ്ട കാര്യമില്ല. നൈറ്റി ചേച്ചി മണിയിൽ അങ്ങനെ ചെയ്തു. വേണ്ട ആൾക്കാരുണ്ടാവും കാണാൻ. ഇവിടെ അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല ആൾക്കാരുള്ളത്, അല്ലാത്ത എല്ലാം കാണാനും ഇവിടെ ആൾക്കാരുണ്ട്. ആ സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കാണാൻ വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാർ അത് കണ്ടെന്ന് വെച്ചിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകും? നിങ്ങൾ എന്തൊരു കലിപ്പിലാണ് അവർ സംസാരിക്കുന്നത്? അതിൻ്റെ കാര്യം എന്താണ്? നിങ്ങളെപ്പോലെ ഒരാളല്ലേ അവരും. നിങ്ങൾക്കുള്ള തന്നെയല്ലേ അവർക്കുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനല്ല. അവർ കാണിക്കുമോ, അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചു തന്നിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് കയറി ഇടപെട്ട് നിങ്ങൾ വേറെ ഉള്ളവരും വാക്ക് കേട്ടിട്ടുണ്ട്, ആരോ പറഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞു. അതിൻ്റെ ഒന്നും കാര്യമില്ല. അതിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. എല്ലാ ആളുകൾക്കും, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലോകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി എന്താണെന്ന് ചെയ്ത് പൊക്കോളാം. അവരവരെ കാര്യം നോക്കി അവരും പൊക്കോട്ടെ. വെറുതെ ചെന്നാൽ അവരെ ചൊറിയേണ്ട കാര്യമൊന്നുമില്ല. അവർ നിങ്ങളെ ചൊറിയാൻ വന്നില്ലല്ലോ, നിങ്ങൾ അവരെ ചൊറിയാൻ പോകണമെന്തിനാ? ഞാനും അവരുടെ ഈ വീഡിയോയുടെ അതൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കൊരു കുസലും ഒരു പരാതിയില്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് പിന്നെ ബുദ്ധിമുട്ട്? അതുപോലെ എന്നെ പോലെ ഇഷ്ടം പോലെ ആൾക്കാർ അവർക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും. അതിലൊന്നും കാര്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ തീർത്തോളാം. അവരെ മെക്കെട്ട് കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവരവരുടേതായ രീതിയിൽ ഇനിയും പോകും. എന്താണ് യൂട്യൂബിൽ നിന്ന് അവരെ നിരോധിക്കണം, അങ്ങനെയാണ് ഇങ്ങനെ ഒക്കെ ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് കാര്യം? യൂട്യൂബല്ലേ തീരുമാനിക്കണത് ആരെ തള്ളണം ആരെ കൊള്ളണം എന്നൊക്കെ യൂട്യൂബ് തീരുമാനിച്ചോളൂ. അവരതിങ്ങനെ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം, അവരുടെ വ്യക്തിപരമായ കാര്യം. അതിൻ്റെ അകത്ത് കയറി ഇടപെടാനൊന്നും നിൽക്കണ്ട. കേട്ട നൈറ്റി ചേച്ചി, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളിൽ ഭാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, അത്രേ ഉള്ളൂ.